കുറച്ച് ഡ്രസ്സിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഷെൽഫ് മടക്കി വെക്കുന്നത്. അതിൽ 1-2 കമൻറ്റുകൾ ഞാൻ കാണാനിടയായി. അതിൽ ഒന്നാമത് ഒരു കമൻറ്റ് കണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചുകൂടെ. ഞാൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ കാണാത്തത് കൊണ്ട്, കൂടെ തപ്പിയത് കൊണ്ട് എല്ലാം കൂടി ഞാൻ വലിച്ചു വാരിയിട്ടേക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കമൻറ്റിന് എനിക്ക് തീർച്ചയായിട്ടും മറുപടി കൊടുക്കണമെന്ന് തോന്നി. മറ്റൊന്നുമല്ല, ഞാനങ്ങ് 90s ആണ് പോലും ഇപ്പോഴും എൻ്റെ പൊന്നാര കൊച്ചേ, ആ കമൻ്റ് ഇട്ട കൊച്ചേ, ഫങ്ഷന് പോകുന്ന സമയത്ത് പാർട്ടി വേറെ എനിക്ക് യൂസ് ചെയ്യാൻ അറിയത്തുള്ളൂ. കാരണം നമ്മളൊരു ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ ആയിട്ട് വിളിക്കുന്ന സമയത്ത് നോർമലി മറ്റേ ലോക്കൽ സദാ ഇതൊക്കെ ഇട്ട് പോയാലേ നമുക്കൊരു നിലയും വിലയുണ്ട്, അത് കീപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ കൊച്ചങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് നാളെ ചെറിയൊരു ഷൂട്ടിന് പോകുന്നുണ്ട്. അതിനുള്ള ഡ്രസ്സ് എടുത്ത് വയ്ക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. മോളെ, ഇതൊക്കെ ഫ്രഷ് സാധനമാണ്, ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പ്രൈസ് ടാഗ് സഹിതം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഏതായാലും ഞാൻ കുറച്ച് പൊങ്ങച്ചക്കാരിയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഫസ്റ്റ് ചുരിദാർ ഇതാണ് ഞാൻ നാളെ ഇട്ടിട്ട് പോകുന്നത്. കൊച്ചേ, ഇതിട്ടിട്ടില്ല കേട്ടോ കൊച്ചേ. പ്രൈസ് ടാഗ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, പ്രൈസ് ടാഗ് ഉണ്ട് എന്നുള്ളത്. ഇതതുകൊണ്ട് ഞാൻ മടക്കി വെക്കുന്നില്ല. ഇതെനിക്ക് പോകുന്ന സമയത്ത് നാളെ രാവിലെ യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ പറഞ്ഞില്ലേ 90s അല്ല കൊച്ചേ, ഞാൻ 2025 ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടുള്ള ഒരു ടീഷർട്ടാണ് കൊച്ചേ. ഇപ്പം അങ്ങനത്തതൊക്കെ അല്ലേ മോഡല്, ടീഷർട്ട്, മറ്റേ ഗൗണ് പോലത്തെ. ഇനി ഇത് പേര് എനിക്ക് അറിയത്തില്ല. ഞാൻ സത്യം പറയുക 90s കിഡ്സ് ആണ്. പിന്നുള്ളത് ഇതാണ്. ഇതും കൊച്ചേ പ്രൈസ് ടാഗ് പറിക്കാത്താട്ടോ, 895 രൂപ. അപ്പോൾ രണ്ടാമത്തത് ഇതാണ്. കൊച്ചങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ട് ഇൻസൾട്ടായോ എന്നൊരു സംശയം. സ്റ്റുഡിയോന്ന് വാങ്ങിയ 199 രൂപൻ്റെ ടീഷർട്ടാണ്. പിന്നെ പ്രൈസ് കാണിച്ചൊന്നുമില്ല എന്ന് പറയണ്ട, ആ കണ്ടോളി. അപ്പം ഇതാണ് ഒരു ലെഗിനാ, ഫ്രഷാ, പ്രൈസ് ടാഗ് ഇല്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. നെക്സ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ. ഇപ്പോഴത്തെ മോഡല് ടാപ്പനെ കിടന്ന കണ്ടില്ലേ, അതാ ഫ്രഷാ, 699. അപ്പം ഇത് റെഡിയാ കൊച്ചേ. അടുത്തതാ ഫ്രഷാ. ഇതിൻ്റെ ഇന്നറാണ് ഫസ്റ്റിൽ ഞാൻ കാണിച്ചത്. ഇനി അടുത്തത് ഇത് 11 എൻ്റെ പിള്ളേരിന്ന് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇട്ട് തന്നതാണ്. ഫ്രഷാ, 899 രൂപ. ഇതല്ലേ കൊച്ചി ഇപ്പോഴത്തെ മോഡലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, 90s മാത്രമല്ല 25 ജീവിക്കാൻ എനിക്കറിയാം. അപ്പോൾ ഞാൻ ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന കൊച്ചിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇപ്പോൾ ഫങ്ഷന് പോകുന്ന സമയത്ത് ഞാൻ 25,000 വരെ മേടിക്കാറുണ്ട് കേട്ടോ ഒരു ഫങ്ഷന്. അതതിനെക്കുറിച്ച് കുറേ വോയിസൊക്കെ വന്നതുമാണ്. കുറേ ആൾക്കാർ അതിനുള്ള വീഡിയോസും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ പോകുമ്പോൾ 25 മാത്രമല്ല, നമ്മുടെ പ്ലസ് എക്സ്പെൻസ് കൂടി, നമ്മളെ ട്രാവലിങ്, ഫുഡ്, സ്റ്റേ ചെയ്യണമെങ്കിൽ അതൊക്കെ അവർ നോക്കും. അപ്പോൾ ഈ 25 ഒക്കെ ഞാൻ മേടിച്ചിട്ട് പക്കാ ലോക്കൽ ഡ്രസ്സ് ഇട്ട് പോയാൽ നമുക്കൊരു മാന്യത കിട്ടും. ആ മാന്യത കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പാർട്ടി വെയർ. അത് എന്തിനാ വെച്ചാൽ ഉത്തരം കിട്ടാത്ത ചേച്ചിക്ക് ഉള്ള ഒരു ഉത്തരം കൊടുക്കൽ മാത്രമായിരുന്നു അത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ ഫങ്ഷൻ കഴിഞ്ഞു, ഷോപ്പിൽ കൊണ്ടുപോയി ക്യാഷ് മേടിച്ചു. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഏകദേശം 500ഓളം ആൾക്കാരുടെ പരിപാടിയായിരുന്നു. അത്രയും ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ പിടിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഞാൻ പിറ്റേന്ന് അത് കൊണ്ടു കൊടുക്കുകയും ചെയ്തത് 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും. കാരണം എനിക്ക് കയ്യിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അത് അവർക്ക്
ടൈം വൈകിയ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. അവരൊരു സിബ് പിടിപ്പിച്ചിടാണ്. ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, സിബ് പിടിപ്പിച്ചിട്ട് എന്നാത്തിനാണ്? ഞാനൊരു ഡ്രസ്സ് എനിക്കൊരു ഫംഗ്ഷന് യൂസ് ചെയ്താൽ ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് പിന്നെ ഇവിടെ മൂലയിൽ ഇട്ടേക്കില്ല. എന്നിട്ട് ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തയക്കലാണ്. എൻ്റെ ഫ്രണ്ട്സിനോ അല്ലേ എനിക്കറിയാവുന്ന പാവപ്പെട്ട ആൾക്കാർക്കോ ഒക്കെ കൊടുത്തയക്കലാണ്. അതേപോലെ അത് ഒരു സിബ് വെച്ചിട്ട് എനിക്ക് എന്തിനിടാനാ? അപ്പം ഞാൻ ആ കുറവായതിന് മാത്രമേ ഞാൻ അത് ആരോടായാലും. എൻ്റെ ഭർത്താവ് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതായിരുന്നേ. അപ്പോൾ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടില്ലേ, ഒന്ന് കിട്ടുമ്പോൾ നമ്മൾ ഒന്നിനെ ഉപേക്ഷിക്കുന്നു. സത്യം, ഇത് ഞാനിവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. എൻ്റെ വലിയ മാലയെ ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ വിചാരിച്ചു വേറെ എന്നാ ഇത് ഉപേക്ഷിച്ചിട്ട് പോയി. ഇത് എനിക്ക് നാളെ ഷൂട്ടിന് ആവശ്യം വന്നാൽ എടുക്കാം, അതുകൊണ്ട് അതുകൂടി ഇതിൽ വെച്ചു. അപ്പം അങ്ങനെയാണ്. ഇതൊന്ന് എടുത്ത് വെച്ചപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. ഇത്രയും സാധനങ്ങളാണ് എനിക്ക് നാളെ കൊണ്ടുപോകാനുള്ളത്. ബാക്കിയുള്ള റിലീസിൻ്റെ ഡീറ്റെയിലും വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പം